സിനിമാ സ്റ്റൈലിൽ കൂളായി വന്ന് ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ വെടിവെച്ചിട്ട ഈ 51കാരൻ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുകയാണ്. പ്രൊഫഷണൽ ഷൂട്ടിംഗ് മത്സരത്തിന് ഉപയോഗിക്കുന്ന ഒരു ആക്സസറീസും ഇല്ലാതെ ഒളിമ്പിക് വെള്ളി മെഡൽ നേടിയ ഈ വ്യക്തിയുടെ പേര് യൂസഫ് ഡിക്കിച്ച് എന്നാണ്. ടർക്കിക്കാരനായ ഇദ്ദേഹം ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീമിനത്തിൽ മത്സരിച്ച് വിജയിച്ചാണ് ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയത്. അദ്ദേഹത്തിന് കൂടെ മത്സരിച്ച മത്സരാർത്ഥികളിൽ പലരും വലിയ ഇയർ പ്രൊട്ടക്ടറുകളും ഹൈടെക് ഷൂട്ടിംഗ് ഗ്ലാസുകളും ധരിച്ചപ്പോൾ ഒരു സാധാരണ ടീഷർട്ടും കണ്ണടയും ധരിച്ചാണ് ഇദ്ദേഹം മത്സരിച്ചത്. അതുതന്നെയാണ് ഈ ഒളിമ്പിക്സ് വെള്ളി മെഡൽ ജേതാവിനെ വ്യത്യസ്തനാക്കിയതും. ഒളിമ്പിക് ഷൂട്ടിംഗ് മത്സരങ്ങൾ കാണുന്നവർക്കറിയാം, അതിൽ മത്സരിക്കുന്നവർ ഒട്ടേറെ സംരക്ഷണ ഉപകരണങ്ങൾ ധരിച്ചാണ് മത്സരിക്കാനെത്തുക. കൃത്യത ഉറപ്പാക്കുവാനും കാഴ്ചയിലെ മങ്ങൽ ഒഴിവാക്കുവാനും പ്രത്യേകം കണ്ണടയും പുറത്തുനിന്നുള്ള ശബ്ദത്തിന്റെ അലോസരം ഒഴിവാക്കാനുള്ള പ്രത്യേക ചെവി സംരക്ഷണ ഉപകരണവും ജാക്കറ്റുമെല്ലാം ധരിച്ചാണ് സാധാരണ മത്സരാർത്ഥികൾ ഷൂട്ടിംഗ് മത്സരങ്ങൾക്ക് ഇറങ്ങാറുള്ളത്. എന്നാൽ ഇവയിൽ ഒന്നുപോലും ഉപയോഗിക്കാതെ കൂളായി ഷൂട്ടിംഗ് മത്സരത്തിനെത്തി വെള്ളി മെഡൽ നേടിയ ഈ 51കാരൻ ഇന്ന് സോഷ്യൽ മീഡിയയിലെ തരംഗമാണ്. യൂസഫ് ഡിക്കിച്ചും സഹതാരം സവാൽ ലൈഡ ടെർഹാനും ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീമിനത്തിൽ വെള്ളി മെഡലാണ് നേടിയത്. തന്റെ സാധാരണ കണ്ണടയും ഒരു ഇയർ പ്ലഗും മാത്രമാണ് മത്സരത്തിനിടെ യൂസഫ് ഉപയോഗിച്ചത്. സാധാരണ ഒരു ടീഷർട്ട് ധരിച്ചാണ് അദ്ദേഹം മത്സരത്തിന് എത്തിയതും. തന്റെ 5ാം ഒളിമ്പിക്സിലാണ് യൂസഫ് ഡിക്കിച്ച് ഈ സ്വപ്ന സാക്ഷാത്കാരം സാഫല്യമാക്കിയത്. 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിലാണ് ആദ്യമായി യൂസഫ് ഡിക്കിച്ച് മത്സരിച്ചത്. എന്നാൽ ആദ്യ ഒളിമ്പിക്സ് മെഡലിനായി അദ്ദേഹത്തിന് 16 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ടർക്കിയിലെ കമൻമാരസ് പ്രവിശ്യയിലെ ഒരു ഗ്രാമത്തിലാണ് 1973 യൂസഫ് ഡിക്കിച്ച് ജനിച്ചത്. 1999 ഡിക്കിച്ച് മിലിറ്ററി സ്കൂൾ ഓഫ് ജെൻഡർമേറിയിൽ പ്രവേശിക്കുകയും 1 വർഷത്തിന് ശേഷം ഒരു സർജൻ റാങ്കിൽ ബിരുദം നേടുകയും ചെയ്തു. എന്തായാലും സിനിമാ സ്റ്റൈലിൽ കൂളായി വന്ന് ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ വെടിവെച്ചിട്ട ഈ 51കാരൻ ഇന്ന് സോഷ്യൽ മീഡിയയിലെ തരംഗമാണ്.